ഈജിപ്ത് പ്രതിനിധി സംഘം ഇസ്രയേലിൽ ഗാസയിൽ വെടിനിർത്തലിനുള്ള സാധ്യതകൾ ചർച്ച ചെയ്യും. 7 മാസമായിട്ടും രക്തച്ചൊരിച്ചിൽ തുടരുന്ന ഗാസയിൽ വെടിനിർത്തലിനുള്ള സാധ്യതയുടെ ഈജിപ്ത് പ്രതിനിധി സംഘം ഇസ്രയേലിലെത്തി. വെടിനിർത്തലും ബന്ദികളുടെ മോചനവും ലക്ഷ്യമിട്ടുള്ള പുതിയ കരാറിനെക്കുറിച്ച് ഇസ്രയേലുമായി ഈജിപ്തിൽ നിന്നുള്ള പ്രതിനിധി സംഘം ചർച്ച നടത്തും. എന്നാൽ റാഫയിലേക്ക് കടന്നുള്ള ആക്രമണത്തിന് ഇസ്രയേൽ മുതിർന്നാൽ അത് മധ്യസ്ഥ ചർച്ചകളെ ബാധിക്കുമെന്ന് ഹമാസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈജിപ്തിലെ ഉന്നത രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥനായ അബ്ബാസ് കമലിന്റെ നേതൃത്വത്തിലാണ് സംഘം ഇസ്രയേലിലെത്തിയത്. യുദ്ധം നീണ്ടുപോകുകയും ആളപായങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടാൻ ഹമാസിനും ഇസ്രായേലിനും വേണ്ടി അന്താരാഷ്ട്ര സമ്മർദ്ദം വർദ്ധിക്കുകയാണ്. ഹമാസ് ബന്ദികളാക്കിയവരുടെ കൈമാറ്റം, കുടിയൊഴിപ്പിക്കപ്പെട്ട പലസ്തീനികളെ തിരികെ കൊണ്ടുവരിക എന്നിവയിലാണ് ആദ്യഘട്ട ചർച്ചകൾ. സ്ഥിരമായ വെടിനിർത്തൽ, ഇസ്രയേൽ സൈന്യത്തെ പൂർണ്ണമായി പിൻവലിക്കൽ തുടങ്ങിയ ആവശ്യങ്ങളിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ഹമാസ് അറിയിച്ചു. എന്നാൽ ഇവ രണ്ടും ഇസ്രയേൽ നിരസിച്ചു. ഹമാസിനെ പരാജയപ്പെടുത്തുന്നത് വരെ സൈനിക പ്രവർത്തനങ്ങൾ തുടരുമെന്നും അതിനുശേഷം ഗാസയിൽ സുരക്ഷാ സാന്നിധ്യം നിലനിർത്തുമെന്നും ഇസ്രയേൽ അറിയിച്ചു. ഇതിനിടെ ഇന്നലെ ഗാസയിലെ റഫയിൽ ഇസ്രായേൽ നടത്തിയ ഷെല്ലാക്രമണത്തിൽ വ്യാപക നാശം സംഭവിച്ചിരുന്നു. പലസ്തീനിൽ 24 മണിക്കൂറിനിടെ 51 പേര് കൊല്ലപ്പെട്ടു. അന്താരാഷ്ട്ര മുന്നറിയിപ്പുകളെ അവഗണിച്ച് കരയാക്രമണവുമായി മുന്നോട്ടു പോകുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബിന്യാമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിരുന്നു.